അയ്യോ, അമേരിക്ക അതിൻ്റെ വാർഷിപ്പൊക്കെ ആയിട്ട് വരുന്നു. അയ്യോ, അവരുടെ അടുത്ത് ഒരുപാട് മിസൈലുകളും ഒരുപാട് എയർക്രാഫ്റ്റുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കാട്ടി പണ്ട് മുട്ട് വിറച്ചിരുന്ന ആ പരിപാടി ഉണ്ടല്ലോ മറ്റ് രാജ്യങ്ങൾക്ക്, അതിനൊരു അറുതി ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ ആൻഡ് അമേരിക്ക വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതൊന്നും ഒന്നുമല്ല, മനുഷ്യന്റെ ബുദ്ധിയാണ് ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നത് എന്നുള്ളത് കാണിച്ചു കൊടുത്തൊരു യുദ്ധമാണിത്. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ USS അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഫ്ലൈറ്റ് കാരിയർ ഷിപ്പ്, അതിനെ 7 ഇറാന്റെ മിസൈലുകൾ ഹിറ്റ് ചെയ്തു എന്നാണ് ഇറാൻ പറയണേ. അപ്പൊ അതിനോടനുബന്ധമായിട്ട് തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് USS ജെറാൾഡ് എന്ന് പറയുന്ന ഒരു ഇതേപോലെ തന്നെയുള്ള ഒരു ഫ്ലൈറ്റ് കാരിയറിനെ അമേരിക്ക തിരിച്ചു വിളിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗതി ചിലപ്പം അങ്ങനെ നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇറാൻ ആവശ്യപ്പെടാണ്ടാണ് സത്യത്തിൽ അമേരിക്ക ഈ പറയുന്ന സീസ് ഫയറിലേക്ക് പോവാൻ കൂടെ ചെയ്തേക്കുന്നേ. അപ്പൊ അതിനും കൂടെ ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് എന്ന് പറയുന്നത് മേ ബി ഇതുപോലത്തെ ഇവരുടെ ഐക്കണിക് ആയിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഇറാൻ ഹിറ്റ് ചെയ്തു എന്ന് പറയുന്ന വാർത്ത പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന അപമാനമാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനുമായിട്ട് വന്നിട്ട് മേക്ക് അമേരിക്ക ഫുൾ അഗെയിൻ എന്നുള്ള ലെവലിലോട്ട് ഇപ്പൊ ട്രംപ് പോയിരിക്കുകയാണെന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അപ്പോൾ USS അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കളിയാക്കി ട്രോൾ ചെയ്ത് പറയാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുക, പല തരത്തിലുള്ള മെക്കാനിസംസും പല തരത്തിലുള്ള ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങളും പല ലെയറുകളിലായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ തന്നെ ബൃഹത്തായ നിർമ്മിതികളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫ്ലൈറ്റ് കാരിയർ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് അറ്റാക്കിനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് കാരിയർ ഒറ്റക്കല്ല പോകുന്നത്. അതിൻ്റെ കൂടെ ഡിസ്ട്രോയേഴ്സും അതേപോലെ തന്നെ സബ്മെറൈൻസും ഇങ്ങനെയൊക്കെയുള്ള ഒരു ലെയർ സിസ്റ്റം ആയിട്ടാണ് ബേസിക്കലി ഈ USS അബ്രഹാം ലിങ്കൺ പോലെയൊക്കെയുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നത്. മാത്രമല്ല 20 മുതൽ 30 വർഷത്തോളം റീഫ്യൂൽ ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടെയാണ് ഈ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചിട്ടാണ് ബേസിക്കലി ഈ കപ്പലുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ചെറിയ ന്യൂക്ലിയർ റിയാക്ടറുകളുണ്ട്. ഈ റിയാക്ടറുകൾ ചൂട് കാരണം ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റീം വെച്ചിട്ടാണ് ഇതിന്റെ ടർബൈൻസിനെ കറക്കുന്നത്, ഇത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റീഫ്യൂലിംഗ് എന്ന് പറയുന്ന പരിപാടിയില്ല. പിന്നെ ന്യൂക്ലിയർ ഇതിന്റെ ഫ്യൂലിംഗ് വേണം എന്നുള്ളതാണ്. പിന്നെ ഹൈലി എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനമാണ് ഈ USS അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇറാന്റെ മിസൈലുകൾ ഹിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോങ് റേഞ്ച് മിസൈലുകൾ, അതായത് ഇതേപോലെ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണെന്നുണ്ടെങ്കിലും ക്രൂയിസ് മിസൈലുകളാണെന്നുണ്ടെങ്കിലൊക്കെ 100 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരെ ഡിറ്റക്ട് ചെയ്ത് അതിനെ കൗണ്ടർ മിസൈൽ കൊടുത്തിട്ട് അതിനെ അടിച്ചിടാനുള്ള സെറ്റപ്പുകളുള്ള സിസ്റ്റമാണിത്. മാത്രമല്ല, 1 മിനിറ്റിൽ 4000ഓളം റൗണ്ട് വെടിവെക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ഗണ്ണുകളുള്ള ഒരു സിസ്റ്റമാണിത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റത്തിനെ ഇറാന്റെ മിസൈലുകൾ ചെന്ന് ഹിറ്റ് ചെയ്യാന്ന് പറയുന്ന പരിപാടി തന്നെ അപൂർവമാണ്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. നമ്മളിനിയിപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള റിസർച്ച് പേപ്പറുകൾ നോക്കിയാലും, ChatGPT ചോദിച്ചാലും, ജെമിനിനോട് ചോദിച്ചാലും, ഡീപ് സീക്കിനോട് ചോദിച്ചാലും, പെർപ്ലെക്സിറ്റിനോട് ചോദിച്ചാലും ഒക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെയൊക്കെ മനുഷ്യന്റെ ബുദ്ധിക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അതെന്താണെന്നറിയോ? അതായത് ഈ ഇറാന്റെ ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് ഇവർക്ക് വീണ് കിട്ടുന്ന മിസൈലുകൾ, അതേപോലെ തന്നെ അമേരിക്ക യൂസ് ചെയ്യുന്ന കാമിക്കാസ് പോലെയുള്ള ഡ്രോണുകളൊക്കെ പൊട്ടാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ആയിട്ട് ഇറാന്റെ ടെറിട്ടറിക്ക് അകത്ത് വീണ് കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോവുകയും ആ ടെക്നോളജീനെ അവർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് പരിപാടി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിസ്റ്റങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന റഡാറുകളുടെ കപ്പാസിറ്റി എന്താണ്, എത്ര ഒബ്ജക്റ്റുകളെ ഒരേ സമയം ഇതിന് ട്രാക്ക് ചെയ്യാൻ പറ്റും, ആ ട്രാക്കിംഗ് ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഇറാന് നന്നായിട്ട് അറിയാം. ഇന്റലിജൻസ് റിപ്പോർട്ട് ഇറാന് ബേസിക്കലി ഉണ്ട്. ഇന്റലിജൻസ് ഷെയറിങ് ബേസിക്കലി ഇറാനും അതേപോലെ തന്നെ റഷ്യയും ചൈനയുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക യൂസ് ചെയ്യുന്ന വെപ്പണറീസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആരുടെ കയ്യിലുണ്ട്? ഇറാന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇറാൻ ചെയ്തേക്കുന്ന പണി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇറാന്റെ ഡ്രോണുകളെ യൂസ് ചെയ്യുന്നത് വെറുതെ അല്ല, മിസൈൽ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്റ്റങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇറാന്റെ ഡ്രോണുകളെ യൂസ് ചെയ്യുന്നത്.
ഡിസ്ട്രാക്ട് ചെയ്യിക്കുക, ഈ പറയുന്ന റഡാറുകളെ ജാം ചെയ്യിക്കുക എന്ന് പറയുന്ന പണിയാണ് സത്യത്തിൽ ഈ ഡ്രോണുകൾ ചെയ്യുന്നത്. അതായത് കാമിക്കാസ് ഡ്രോണുകളെ, ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളെയൊക്കെ ഒരു 10-100 ഒരുമിച്ച് അങ്ങ് വിടുകയും ഈ പറയുന്ന സിസ്റ്റങ്ങൾ, ഈ പറയുന്ന USS എന്താ പറയുക അബ്രഹാം ലിങ്കനിലുള്ള ഈ റഡാർ ഇതിനെല്ലാം ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകളെ ഒരേ സമയം ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഈ സാധനം കുറച്ച് ജാമായി പോകും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഇടക്കൂടെയാണ് ഈ മാക് 5 മുകളിലോട്ട് വരുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ ഈ പറയുന്ന ഇറാൻ ഈ പറയുന്ന കപ്പലുകൾക്ക് നേരെ യൂസ് ചെയ്യുന്നത്. ഇതിനെ ട്രാക്ക് ചെയ്യാനോ ഇതിനെ ടേക്ക് ഡൗൺ ചെയ്യാനോ ഉള്ള സമയം ഉണ്ടായിരിക്കത്തില്ല. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകളെ വേറെ ഇത് ട്രാക്ക് ചെയ്ത് വെച്ചിട്ടും ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന ബാക്വത്തിന്റെ ഇടയിലൂടെ പോയിട്ടാണ് ഇത് ഹിറ്റ് ചെയ്യുന്നത്. ഇതേ പരിപാടി തന്നെയാണ് ഇവർ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ US ബേസിലേക്ക് നടത്തിയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചേ, ഈ പറയുന്ന ഈ ഡ്രോണുകളെ അടിച്ചിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ താട് പോലുള്ള സിസ്റ്റങ്ങളുടെയൊക്കെ 35% കുറവ് ഇപ്പൊ മിലിറ്ററിയിൽ വന്നു എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ഈ പറയുന്ന വലിയ യുദ്ധക്കപ്പലുകളും ഫൈറ്റർ ജെറ്റുകളൊക്കെ ആയിട്ട് അങ്ങ് ചെന്ന് അടിച്ചിടാം എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് കാണുന്ന സമയത്ത് ആളുകൾക്ക് അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് മുട്ടുവരക്കുന്ന ആ പരിപാടി അത് ഇതോടുകൂടെ അവസാനിക്കാൻ പോവാന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ക്യാപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മിലിറ്ററി വാറിനെ വേറെ പല തരത്തിലേക്കുള്ള വാറാക്കി മാറ്റാനും കൺവേർട്ട് ചെയ്യാനും നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിസ്റ്റങ്ങളെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ളതാണ്. ഇറാൻ അത് വളരെ ഈസി ആയിട്ട് അതിനെ എക്കണോമിക് വാർഫെയർ ആക്കി മാറ്റി. $124 ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില വന്ന് നിൽക്കുന്നത്. ബംഗാളിലെ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഏകദേശം മെയ് 1 അല്ലെങ്കിൽ മെയ് ആ ഒരു ഫസ്റ്റ് വീക്കോട് കൂടെ നമ്മുടെ നാട്ടിലും പെട്രോളിന്റെ വില കൂടാൻ പോകുന്ന അവസ്ഥയിലായിട്ടാണ് നമ്മൾ മാറുന്നത്. എന്തുകൊണ്ട് മാത്രം? ഈ ഹോർമൂസിൽ ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നത് കൊണ്ട് മാത്രം, അമേരിക്ക ഇടപെട്ടത് കൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. ഇറാൻ അത് സക്സസ്ഫുള്ളി മാറ്റിയത് അല്ലേ? അത് മാത്രമല്ല, ഈ പറയുന്ന രീതിയിലേക്കുള്ള മിലിറ്ററി കോമ്പാക്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക തകർന്ന അടിയും അമേരിക്കയുടെ ബജറ്റ് ഒരു ലെവലിൽ വിട്ട് മുകളിലോട്ട് പോണ ഒരവസ്ഥയും കൂടെ ഉണ്ടാവും. ഇപ്പൊ തന്നെ അമേരിക്കയുടെ ഡിഫൻസ് ബജറ്റ് എന്ന് പറയുന്നത് ശ്രീലങ്ക, നേപ്പാള്, കെനിയ പോലെയൊക്കെയുള്ള രാജ്യങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് ഇവരുടെ ഡിഫൻസ് ബജറ്റ്. ആ രാജ്യത്തിന്റെ മൊത്തം ബജറ്റ് ഇവരുടെ ഡിഫൻസ് ബജറ്റിന്റെ താഴെയാണ് നിൽക്കുന്നത്. ആ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, ഇപ്പൊ മറ്റേ ഹെക്സത്തിനെ കഴിഞ്ഞ ദിവസം ആ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിച്ച് കീർന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോക്രാറ്റുകൾ പോയിട്ട് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ട മരുന്നും ഇവിടുത്തെ ആളുകൾക്ക് വേണ്ട ഹോസ്പിറ്റൽ സൗകര്യം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ നിങ്ങൾ അവിടെ പോയി ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഹെക്സത്തിന് മറുപടി പറയാൻ പറ്റുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് എക്സെത്തും പിന്നെ അതേപോലെ തന്നെ ഈ JD വാൻസും തമ്മിലുള്ള റിഫ്റ്റും കൂടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. ട്രംപ് അണ്ണനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഫേക്ക് ആയിട്ടുള്ള റെഡി അല്ലാത്ത ശരിയല്ലാത്ത ഡാറ്റ ട്രംപിനെ കാണിക്കുന്നു എന്നുള്ളതാണ് JD വാൻസും ഈ പറയുന്ന പീറ്റർ ഹെക്സത്തും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള പ്രശ്നം. അവിടെയാണ് കുറച്ച് റിപ്പോർട്ടുകൾ ഇപ്പൊ പുറത്തു വന്നത്. അതായത് അമേരിക്കയുടെ 34% ഈ പറയുന്ന മിസൈൽ കപ്പാസിറ്റി കുറഞ്ഞു എന്നുള്ളത്. ഇവർക്ക് ഈ പറയുന്ന ഹോർമൂസും ഇറാനും മാത്രം നോക്കിയാൽ പോരല്ലോ, ഇവർ ലോകത്ത് മൊത്തത്തിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതായത് ഇവർക്ക് സൗത്ത് കൊറിയനെ സഹായിക്കണം, അതേപോലെ തന്നെ ഉക്രൈനെ സഹായിക്കണം, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇവർക്ക് ഈ സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന അമേരിക്കനെയാണ് ഇറാൻ സിമ്പിളായിട്ട് പ്രതിരോധത്തിലാക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ ഈ ഇറാൻ അമേരിക്ക കേസിൽ അമേരിക്കയുടെ കയ്യിലായിരുന്നു പന്തുണ്ടായിരുന്നത്, അമേരിക്കൻ കോർട്ടിൽ. പക്ഷെ അത് ഈസി ആയിട്ട് ഇറാൻ അത് ടാക്കിൾ ചെയ്തു. ഇറാന്റെ എണ്ണക്കപ്പലുകൾ ഏകദേശം 52ഓളം എണ്ണക്കപ്പലുകൾ ക്രൂഡ് ഓയിലുമായിട്ട് ഈ പറയുന്ന ഹോർമൂസ് കടന്നു പോയി. അതായത് പാകിസ്ഥാന്റെ തീരങ്ങൾ വഴി പോയി. പാകിസ്ഥാൻ 7ഓളം ലാൻഡ് റൂട്ടുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇറാന്. അപ്പൊ പാകിസ്ഥാന്റെ പോർട്ടുകളിലേക്ക് ഈ സാധനം എത്തിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കപ്പലുകളിൽ ഈ പറയുന്ന ഓയിലിനെ എങ്ങോട്ട് വേണമെങ്കിലും എത്തിക്കാൻ പറ്റും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. കാസ്പിയൻ കടലെടുക്ക് വഴിയും ഈ പറയുന്ന ഓയിൽ ട്രേഡ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇടക്കാണ് ഇപ്പൊ ട്രംപ് പോയിട്ട് ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്തിന്? ഹോർമൂസ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ പൊന്നെണ്ണ, ഹോർമൂസ് ഇറാൻ ഒരുക്കെ തുറന്നില്ലേ? ഇറാൻ തുറന്നു കൊടുത്തു അത് ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് ലെബനോനിൽ വെടിനിർത്തൽ നടപ്പിലാക്കിയപ്പോൾ ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഇനി ഈ പറയുന്ന ഹോർമൂസ് അടക്കുന്നില്ല, ഞങ്ങൾ തുറക്കുകയാണെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് അണ്ണൻ എന്താ പറഞ്ഞേ? അണ്ണൻ പോയി പറഞ്ഞത് ഹോർമൂസ് തുറന്നതൊക്കെ ഓക്കെ, എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഞങ്ങൾ ഇറാനെതിരെയുള്ള ഉപരോധം തുടരുന്നു പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഇറാൻ പറഞ്ഞു ഞങ്ങൾക്കെതിരെ ഉപരോധം തുടരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് വീണ്ടും അടക്കും എന്ന് പറഞ്ഞിട്ട് ഇറാൻ പോയി അടച്ചു. അപ്പൊ ഇപ്പൊ ഇത് അടക്കാനുള്ള കാരണം ആരാ? അമേരിക്ക.
ആദ്യമേ വളരെ ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഇറാനെ കയറി വെറുതെ അടിച്ചു. ഈ പറയുന്ന ട്രംപും ഈ പറയുന്ന നെതന്യാഹു കുറച്ച് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് പൊറോട്ട കൊണ്ട് കൊടുത്തപ്പോൾ ആ അടിപൊളി സാധനം, അടിപൊളി സൂപ്പറാണ്, നമുക്കിത് വർക്കൗട്ട് ചെയ്തെടുക്കാന്ന് പറഞ്ഞ് 2 ആഴ്ചത്തെ പരിപാടിയും കൊണ്ട് ഇറങ്ങിയതാ. ഇപ്പൊ എത്ര ദിവസമായി? ലോങ് ടേം വാറിലോട്ട് അമേരിക്കനെ തളച്ചിടാൻ പറ്റി. ലോങ് ടേം വാറിലേക്ക് അമേരിക്ക എവിടേക്ക് പോയിട്ടുണ്ടോ അവിടേക്ക് അമേരിക്ക തകർന്നിട്ടേ ഉള്ളൂ, തോറ്റു ഓടിയിട്ടേ ഉള്ളൂ. വിയറ്റ്നാമിലാണെന്നുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെന്നുണ്ടെങ്കിലും 9/11 ശേഷം എന്താ പറയാ, തീവ്രവാദത്തിനെ ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് നേരെ അഫ്ഗാനിസ്ഥാനിലോട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് കെട്ടിപ്പറക്കി പോയേ. 20 വർഷം അവിടെ നിന്ന് വെടിവെച്ചു. വല്ലതും സംഭവിച്ചോ? ഇല്ല. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചേ? അവർക്ക് എന്നെ ഭരണം കൈമാറിയിട്ട് എല്ലാം തന്നെ ഒരു ദിവസം ഇട്ടെറിഞ്ഞ് അങ്ങ് ഓടി. മാത്രമല്ല, ഇതിനിടയ്ക്ക് ഈ പറയുന്ന വേറെ കുറെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് 90% ലോകത്തിലേക്കുള്ള ഹെറോയിന് കൊടുത്തിരുന്നത്, അതായത് ഹെറോയിന്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരുന്നത്, അതായത് ഈ പറയുന്ന മറ്റേ പോപ്പി ഉണ്ടല്ലോ, അതിന്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാനിലാന്നാ പറയുന്നത്. അതിന് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നതും അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നതും അമേരിക്ക ആണെന്നും പറയുന്നുണ്ട്. മറ്റേ ഇയാളുടെ ഇന്റർവ്യൂലാണ് വന്നത്, അതിന്റെ പേര് മറന്നുപോയി, കിട്ടുന്നില്ല. എന്നിട്ട് അന്ന് എന്താ അമേരിക്ക അത് ചെയ്യാനുള്ള കാരണം എന്താ? ഇതിന് ഏറ്റവും കൂടുതൽ വിറ്റിരുന്നത് ഇറാനിലോട്ടും അതേപോലെ തന്നെ ഈ പറയുന്ന റഷ്യയിലോട്ടാണ്, ആ സൊസൈറ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതേ പണിയാണ് പണ്ട് ബ്രിട്ടന് ചൈനയ്ക്ക് വേണ്ടിയിട്ട് എടുത്തേ, കറുപ്പ് യുദ്ധം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ പണി അമേരിക്ക അവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം അതിന്റെ 90% അവർക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റിയെന്നാ പറയുന്നത്. അവിടെ ഈ പറയുന്ന തക്കാളി ഉള്ളിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടാൻ ചോദിക്കുന്ന സമയത്ത് ഇല്ല, ഞങ്ങൾക്ക് അമേരിക്കക്കാർ ഇതിന് അനുമതി തന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ആ ലെവലിലുള്ള പരിപാടികൾ, ലോകത്ത് എന്ത് നീച പരിപാടികളും ചെയ്തിട്ടുണ്ട് ഇവരുടെ ഒരു ഹെജിമണി നിലനിർത്താൻ വേണ്ടിയിട്ട്. അതിന്റെ നെറുകും തലയ്ക്കാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇറാൻ അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പരിപാടി അറിയാവുന്നതുകൊണ്ട് തന്നെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി, നാറ്റോ, അതിലും റിഫ്റ്റ് വന്നു. ഇനി ഇവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട, ഇവരെ നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള സിസ്റ്റം ഇനി ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇപ്പൊ പെട്രോളിന്റെ വില ഹൈയിൽ പോയിക്കൊണ്ടിരിക്കുക. അവന്മാർക്ക് ബേസിക്കലി റഷ്യയിൽ നിന്ന് ആവശ്യത്തിനുള്ള വില കുറഞ്ഞിട്ടുള്ള ഈ പറയുന്ന ഓയിലും അതേപോലെ തന്നെ ഗ്യാസ് ഒക്കെ പൈപ്പ് ലൈൻ വഴി കിട്ടിക്കൊണ്ടിരുന്നതാ. അതിന്റെ ഇടയ്ക്കാണ് ഉക്രൈൻ പോയിട്ട് നാറ്റോയിൽ അംഗമാവാൻ പോകുന്നതും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് അതുണ്ടായത്. എന്നിട്ട് പിന്നെ അമേരിക്ക പോയിട്ട് റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനും അതിന്റെ ഭാഗമായി വളരെ കുറഞ്ഞ പൈസ കിട്ടിക്കൊണ്ടിരുന്ന ഓയിലും മുടങ്ങി, ഗ്യാസും മുടങ്ങി. ഇപ്പൊ അത് എവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ അത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലാണ്. അമേരിക്കയിലാണെങ്കിൽ ഓയിൽ പ്രൊഡക്ഷന്റെ കോസ്റ്റ് കൂടുതലാണ്. കൂടുതൽ പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് വാങ്ങുന്നു. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഓയിലിന്റെ വില കൂടി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവന്മാരെ താങ്ങി നടന്നിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള. അമേരിക്ക എന്ന് കാണുന്ന സമയത്ത് ഈ ഒരു വികാരമാണ് ഇപ്പൊ ആളുകൾക്കുള്ളത്, വേറെ ഒന്നുമില്ല. അതും ഈ ട്രംപ് അധികാരത്തിൽ എത്തിയതിനു ശേഷം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ലോകത്തില് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസംസ് ഇല്ല. അതേപോലെ തന്നെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള വിമാനങ്ങളില്ല. മിസൈലുകൾ കുറച്ചുണ്ട്, പിന്നെ കുറച്ച് ഡ്രോണും ഉണ്ട്. ഇത് വെച്ചിട്ട് ഇറാൻ എങ്ങനെ നിലനിൽക്കുന്നുള്ള ചോദിച്ച ചോദ്യത്തിനാണ് മനുഷ്യന്റെ ബുദ്ധിയും നിശ്ചാശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും അല്ല എന്ന് കാണിച്ചത്. അവസാനം അബ്രഹാം ലിങ്കനിൽ പോയിട്ട് 4 മിസൈലും വീണു, ജെറാൾഡിനെ എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അമേരിക്ക നിൽക്കുന്നത്. അവസാനം യാഷിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കൊക്കെ താഴെ വെച്ചിട്ട് ഇപ്പൊ ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഹോർമൂസ് തുറക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഓയിലിന്റെ വില $124 എത്തി. ഇനി 140 എത്തിക്കുമെന്നാണ് ഇപ്പൊ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.